നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള അതുപോലെ മുടി കറുപ്പിക്കാനും അകാല നര തടയാനും ഒക്കെ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകളുടെ അല്ലെങ്കിൽ ചേരുവകളുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അകാല നരയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ അകാല നരയൊക്കെ തുടങ്ങിയ ആൾക്കാർ തീർച്ചയായിട്ടും ഉപയോഗിച്ച് തുടങ്ങേണ്ട നല്ലൊരു ഹെയർ ഡേ ആണിത്. അതുപോലെ തന്നെ നര ധാരാളമുള്ളവർക്കും ഉപയോഗിക്കാം. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂപ്പർ ഹെയർ ഡേ ആണിത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാനായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഹെയർ ഡൈ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യമേ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത് നമുക്ക് ഇരുമ്പിൻ്റെയും കൂടെ ഗുണങ്ങൾ നമ്മൾ ഈ തയ്യാറാക്കുന്ന ഹെയർ ഡൈയിലേക്ക് അബ്സോർബായി കിട്ടും. അതിനുവേണ്ടിയാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി തിളപ്പിച്ച് ഏകദേശം 1 ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമ്മുടെ രണ്ടാമത്തെ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൈലാഞ്ചി ഇലയാണിത്. നമ്മളിവിടെ ഹെന്ന പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മൈലാഞ്ചിയുടെ ഇലയാണ് നമ്മളെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നതിന് ഈ മൈലാഞ്ചി ഇല തീർച്ചയായിട്ടും മൈലാഞ്ചി ഇല സ്കിപ്പ് ചെയ്യാതെ മൈലാഞ്ചി ഇല തന്നെ എടുക്കണം. ഇപ്പം നമ്മുടെ തേയിലയിട്ട ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മൈലാഞ്ചിയിൽ നന്നായി കഴുകി അടർത്തി എടുത്തിട്ടുണ്ട്. ഓരോ ഇലകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തണ്ടുകളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലിയ കട്ടിയുള്ള തണ്ടുകളൊന്നും വേണ്ട. നമ്മുടെ ഇനി ഈ തേയില വെള്ളം തിളച്ച് വന്നിട്ടുണ്ടല്ലോ, ഇതിനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കറുപ്പ് കളറിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വെള്ളം കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കരുത്. തേയിലയുടെ സത്ത് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുന്ന രീതിയിൽ ചെറു തീയിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്, വറ്റിച്ചെടുക്കാനായിട്ട്. വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിൽ വേണ്ട. നമ്മളിതിൽ ഈ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. അതിനുശേഷം തേയിലയിട്ട കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അത് ഒരുപാടൊന്നും വേണ്ട. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കൃത്യമായിട്ട്. അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ഡേയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മൾ നമ്മുടെ കഴുകിയെടുത്ത മൈലാഞ്ചിയിലേക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. പ്രിമേച്ചർ ഗ്രേയിങ് റെഡ്യൂസ് ചെയ്യാനായിട്ട് മൈലാഞ്ചി സഹായിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൈലാഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ടാനിനാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും മൈലാഞ്ചിയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. മൈലാഞ്ചിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ലീവ്സ് ആയതുകൊണ്ട് അതിൽ ധാരാളം പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയറിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഞാനിനി മൈലാഞ്ചിയില അരച്ചെടുക്കാനായിട്ട് പോവാണ്. അതിനു മുമ്പ് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ തേയില ഉണ്ടല്ലോ, ആ തേയില നമ്മൾ കളയുന്നില്ല. അതുകൂടി 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന തേയിലയും അതുപോലെ തന്നെ ഈ തേയിലയുടെ വെള്ളവും ഒക്കെ മുടിക്ക് നല്ല ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പം ഞാൻ നല്ല രീതിയിൽ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം മൈലാഞ്ചി ഇലകൾ അരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, പണ്ടൊക്കെ നമ്മൾ മൈലാഞ്ചി കയ്യിലിടാറുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ ഇലകൾ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒക്കെയാണ് കോൺ മൈലാഞ്ചിയും അതുപോലെ ട്യൂബ് മൈലാഞ്ചിയും ഒക്കെ വരാൻ തുടങ്ങിയത്. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെയാണ് മൈലാഞ്ചി ഇല അരച്ചെടുത്തിട്ടുണ്ടിരുന്നത്. കൂടെ കുറച്ച് തേയിലയും കൂടെ ചേർക്കുമ്പോൾ നല്ല കളറാണ് നമ്മുടെ കയ്യിലിടുന്ന മൈലാഞ്ചിക്ക് കിട്ടാറുള്ളത്. ഇപ്പം ഞാൻ ഈ മൈലാഞ്ചി ഇലയും തേയില വെള്ളവും ഒക്കെ അരച്ചെടുത്തത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്നും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നല്ല കളറായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചിയുടെ ലീവ്സ് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. ഇനി ഈ ഒരു മിക്സിയിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതിലൊന്നാമത് കയ്യോന്നി ചെടിയുടെ പൊടിയാണ്, അഥവാ ഭൃംഗരാജ് പൗഡർ. അത് ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആയുർവേദ എണ്ണകളിലും അതുപോലെ ആയുർവേദ ഇതുപോലെയുള്ള പാക്കുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ഭൃംഗരാജ് പൗഡർ. അതിൻ്റെ കാരണം മുടി നന്നായി കറുപ്പിക്കാനും മുടി നന്നായി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഭൃംഗരാജ് എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
മിക്സ് ചെയ്യുമ്പം ഇതിൻ്റെ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടികളൊക്കെ നന്നായിട്ട് കറുത്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അകാല നരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, ചെറിയ പ്രായത്തിൽ നര വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ പുതിയ മുടികൾ വരുന്നത് നല്ല കറുപ്പോട് കൂടി വളരാനും ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മുടി കറുക്കാനും അതിലുള്ള വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ മുടി നന്നായി വളരാനും നല്ല കറുപ്പ് ഉള്ളിൽ നിന്ന് തന്നെ മുടിയുടെ വേരിൽ നിന്ന് തന്നെ കറുപ്പ് കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മൈലാഞ്ചി ഇലയും നെല്ലിക്കാപ്പൊടിയും ഭൃംഗരാജിൻ്റെ പൊടിയും കൂടി ചേരുമ്പം നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണമാണ് ലഭിക്കുന്നത്. ഈ ഒരു ഹെയർ ഡൈ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് ഇൻഡിഗോ പൗഡർ ഇടേണ്ട ആവശ്യകത ഇല്ലെന്ന് തന്നെയാണ്. കാരണം നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്ക് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹെയർ പാക്കിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുടിക്ക് കളർ കിട്ടും. ഇനി നിങ്ങളുടെ മുടിക്കൊരു ബർഗൻഡി കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ ഭൃംഗരാജിൻ്റെ പൗഡറും ഒഴിവാക്കിയതിന് ശേഷം മൈലാഞ്ചിയും കടുപ്പത്തിലുള്ള തേയിലവെള്ളവും കൂടെ അരച്ചെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ മൈലാഞ്ചിയുടെ ഇല മാത്രമായിട്ട് അരച്ച് തേക്കുമ്പോൾ നമ്മുടെ മുടിയിൽ കറക്റ്റായിട്ട് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഹെന്ന പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഓവർനൈറ്റ് ഇതൊന്ന് തയ്യാറാക്കി വെച്ചതിന് ശേഷം രാവിലെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിൽ കുറച്ച് ഒലിവ് ഓയിലോ ആവണക്കെണ്ണയോ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളിത് രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയുടെ കളറ് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് കറുപ്പ് കളറൊന്നും വന്നിട്ടില്ലെങ്കിലും ചില ഭാഗത്തൊക്കെ നല്ല കറുപ്പ് കളറിലായിട്ടുണ്ട്. ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഉപയോഗിക്കണം, സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ. ഇനി ഞാനിതെൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ എൻ്റെ മുടിയുടെ കളറൊക്കെ ഉണ്ടാവും, നല്ല ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ബ്രൗൺ കളറുള്ള ഈ ഒരു മുടിയുടെ ഭാഗത്തേക്കെല്ലാം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹെന്ന പൗഡർ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് തരിതരിപ്പോട് കൂടിയ ഒരു പാക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ തരിതരിയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മുടി വാഷ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. കാരണം അതിലിങ്ങനെ മുടിയിലൊക്കെ പിടിച്ചിരിക്കും, തരികൾ പോലെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് അങ്ങനെ കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ല, ഇങ്ങനെ പിടിക്കണ്ട, മുടിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ മൈലാഞ്ചി നമ്മൾ അരച്ചെടുക്കില്ലേ, അത് നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിലേക്ക് ഭൃംഗരാജിൻ്റെ പൊടിയും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നെല്ലിക്കയുടെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പം ഞാനിതെൻ്റെ മുടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷവർ ക്യാപ്പ് നമ്മൾ വെച്ചിരിക്കണം. കാരണം ഇത് മൊത്തത്തിൽ പൊഴിഞ്ഞു പോകും. കാരണം എല്ലാം പൊടിയായി നന്നായിട്ട് പോരുന്നുണ്ട്. പിന്നെ ഷവർ ക്യാപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ മുടി ഒരുപാട് ഡ്രൈ ആയി പോവില്ല. അപ്പോൾ നമുക്ക് കഴുകുന്ന സമയത്ത് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് ഡ്രൈ ആകുന്ന ഭാഗമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ മുടി കനം കുറവുള്ള മുടിയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിയും പോവും. പിന്നെ മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല. എണ്ണ ഉണ്ടെങ്കിൽ ഈ ഒരു ഡൈ നന്നായി പിടിക്കില്ല. അതുപോലെ തന്നെ കെമിക്കൽ ഡൈ ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം മുടിയിലേക്ക് ആദ്യത്തെ തവണ ഈ ഒരു ഡൈ പിടിക്കാൻ സാധ്യത കുറവാണ്. സ്ഥിരമായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയിലേക്ക് ഇതിൻ്റെ കളർ പിടിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഇൻസ്റ്റൻ്റായിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് ഒന്നും തരുന്നൊരു ഡൈ അല്ല. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ഒരു മിനിമം കളറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള മുടിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി. എനിക്ക് തോന്നിയത് ആദ്യം ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന കളറും അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള കളറും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കറുപ്പ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഹെയർ ഡൈയുടെ പൊടികളും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ച് ചീവി കളഞ്ഞാൽ മതി. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൈലാഞ്ചി ഇല നന്നായി അരച്ചതിന് ശേഷം
അരിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും പുതിയൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.